ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തായനൂർ വില്ലേജിലെ മലയാറ്റുകരയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എണ്ണപ്പാറ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 100 ദിവസം പിന്നിട്ടു. 100ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് തായനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ക്വാറി മാഫിയ എന്നത് കരിങ്കൽ ക്വാറികളെ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടമല്ലെന്നും നമ്മുടെ പ്രകൃതിയെയും മണ്ണിനെയും കുടിവെള്ളത്തെ പോലും ഊറ്റിവീർക്കുന്ന ഒരു സംഘമാണെന്നും പ്രമുഖ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇരകൾ മാത്രം സമരം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നയങ്ങളും നിലപാടുകളും സഹായങ്ങളും എത്തിക്കുന്ന സംവിധാനത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പരാജയമെങ്കിൽ പരാജയം, വിജയമെങ്കിൽ വിജയം എന്ന് പറഞ്ഞാൽ അനാഥമാക്കപ്പെട്ട ഒരു ജനത താമസിക്കുന്ന കേരളത്തിലാണ് ഇന്ന് നമ്മൾ പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷകരാരും മുകളിൽ നിന്ന് ഇറങ്ങി വരാനൊന്നുമില്ല, രക്ഷകരാരുമില്ല. അപ്പോ ഇവിടെ അനുഭവിക്കുന്ന മനുഷ്യർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. 100 ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100 ദിവസം നമ്മുടെ അധികാരികളുടെ മുന്നിൽ നിരന്തരമായി ഇവിടെയുള്ള ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും അത് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഖനനത്തിന്റെ ദൂരപരിധി മറ്റ് സംസ്ഥാനങ്ങളിൽ 200 മീറ്റർ മുതൽ 500 മീറ്റർ വരെയാണ്. എന്നാൽ കേരളത്തിൽ സർക്കാർ അത് 50 മീറ്ററാക്കി ചുരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയ ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ KRC തായന്നൂർ പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതാവ് M ഗോപാലൻ മാസ്റ്റർ, ജില്ലാ പരിസ്ഥിതി പ്രവർത്തകരായ VK വിനയചന്ദ്രൻ മാസ്റ്റർ, സുഭാഷ് ചീമേനി, ശില്പരാജ്, പഞ്ചായത്ത് അംഗം സജിത ശ്രീകുമാർ, കുമാരൻ തോട്ടത്തിൽ, ഷിൻസ് ജോർജ്, രാജീവൻ ചീരാൽ, MD രാജൻ, ചന്ദ്രൻ വേങ്ങച്ചേരി എന്നിവർ സംസാരിച്ചു. രമേശൻ മലയാറ്റുകര സ്വാഗതവും VK രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.